Sofi. മാർക്കറ്റിലുണ്ട്. ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ 3 വാർഡിൽപ്പെടുന്ന ചാക്കട്ടമുൾ എന്ന സ്ഥലത്ത് സോഫി ചേച്ചി അവരുടെ മീൻ വളർത്തൽ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ മീനിൻ്റെ ഇപ്പോൾ ബോട്ടെല്ലാം പോകാത്ത സ്ഥിതിക്കാണ് നമ്മൾ നാടൻ മീൻ വളർത്തുന്ന കേന്ദ്രത്തിൽ ഇങ്ങനത്തെ മീനുകൾ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഫിഷറീസിൻ്റെ വകുപ്പിൻ്റെ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഇവർ കുറേ 4-5 വർഷമായിട്ടാണ് ഈ കൃഷി ചെയ്തത്. അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ബദിയടുക്ക പഞ്ചായത്തിൽ മാതിരിയായിട്ട് ചെയ്ത ഒരു കുടുംബമാണ് ഇവർ. അപ്പോൾ ഇവർക്ക് സർക്കാരിൻ്റെ എല്ലാ സബ്സിഡികളും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അവരിന്ന് നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ ചെയ്യാൻ വേണ്ടി ഫിഷറീസ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട്. അവർ കൂടി പഞ്ചായത്തിന് വകയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി ശങ്കര അവർകൾ, അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറ്റു മെമ്പർമാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരള സർക്കാരും ഫിഷറീസ് വകുപ്പും മൺസൂൺ മത്സ്യസമൃദ്ധി എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു ഹാർവെസ്റ്റ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ സോഫിയ എന്ന് പറഞ്ഞ കർഷക 4-5 വർഷമായി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മത്സ്യകൃഷി നടത്തി വരുന്നൊരു കർഷകയാണ്. അപ്പം മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഡത്തിന് എല്ലാ മത്സ്യകൃഷി മാത്രമല്ല, കോഴി, ആട് അങ്ങനെ വന്ന് തുടങ്ങിയ സമ്മിശ്ര ഒരു കർഷകയാണ്. അതുകൊണ്ട് ഈ മാഡത്തിന് ഏറ്റവും കൂടുതൽ നല്ലൊരു കർഷക അവാർഡിനിലെ ഇതും കൂടെ പരിഗണിക്കണമെന്നാണ് നമുക്ക് പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും വേണമായിരുന്നു. പിന്നെ ഞാൻ സോഫിയാണ്. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ നടന്നിരുന്ന ചടങ്ങെന്ന് പറഞ്ഞാൽ മൺസൂൺ മത്സ്യസമൃദ്ധി എന്നൊരു പ്രോഗ്രാമാണ്. നമ്മളിപ്പം 3-4-5 വർഷമായി ഇവിടെ മീൻ കൃഷി നടത്തുന്നവരാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മീൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 250 രൂപ ഈ മീനിന് വില ഇപ്പം പറയുന്നുണ്ടെങ്കിലും നമ്മളിതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടി നല്ല രീതിയിൽ വിപുലീകരിച്ചിട്ട് നമ്മളത് ഈ മീനുകളെ പുറത്തേക്ക് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതായിരിക്കും. ഈ മീൻ കൃഷി മാത്രമല്ല, ഇതോടൊപ്പം തന്നെ നമ്മൾ മുട്ടക്കോഴി വളർത്തൽ, കുടുംബശ്രീ നടപ്പിലാക്കിയ മുട്ടക്കോഴി വളർത്തൽ, അതുപോലെ തന്നെ പശു വളർത്തൽ, തേനീച്ച കൃഷി, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി, ഇതെല്ലാം നമ്മൾ നടത്തി മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പോൾ ഇന്നിവിടെ വന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കും. അതാണ് നമുക്ക്